നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അരിക്കൊമ്പന്റെ റേഡിയോ കോളർ സിഗ്നലുകൾ വീണ്ടും കിട്ടിത്തുടങ്ങി. സിഗ്നലുകൾ മുടങ്ങിയത് ഇന്നലെ വൈകിട്ട് മുതൽ. ദൌത്യം വിജയിപ്പിച്ച കോന്നി സുരേന്ദ്രനും കുഞ്ചുവും മുത്തങ്ങയിൽ മടങ്ങിയെത്തി. അരിക്കൊമ്പൻ പോയാലും ചിന്നക്കനാലിന്റെ ആശങ്ക തീരില്ല. കോഴിക്കോട് ചിറ്റാരിയിൽ കാട്ടാന ആക്രമണം പതിവ്. ആനകൾ ഇറങ്ങുന്നത് കണ്ണവം വനത്തിൽ നിന്ന്. കുട്ടികളെ മർദ്ദിച്ച അച്ഛനും അമ്മാവനുമെതിരെ കേസ്. മർദ്ദനമേറ്റത് 5ഉം 7ഉം വയസ്സായ കുട്ടികൾക്ക്. ആഴ്ചകളായി ഉപദ്രവം തുടരുകയായിരുന്നുവെന്ന നാട്ടുകാർ. കുട്ടമ്പുഴ ബ്ലാവനക്കടത്തിൽ പാലത്തിനായി വേറിട്ട സമരം. പുഴയിലിറങ്ങിയ സമരവുമായി മുതുവൻ സമുദായ സംഘടന. മഴ പെയ്താൽ കോളനികൾ ഇക്കുറിയും ഒറ്റപ്പെടും. കാസർഗോഡ് ചീമേനി കാക്കടവ് പുഴ വറ്റിവരണ്ടു. കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. പുതിയ തടയണ നിർമ്മിച്ചിട്ടും കാര്യമുണ്ടായില്ല. ആശങ്കകൾക്ക് വിരാമമിട്ട അരിക്കൊമ്പന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച റേഡിയോ കോളറിൽ നിന്നും സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങി. 10 സ്ഥലത്തു നിന്നുള്ള സിഗ്നലുകളാണ് വനം വകുപ്പിന് ലഭിച്ചത്. ഇന്നലെ മുതൽ അരിക്കൊമ്പൻ എവിടെയെന്ന വിവരം വനം വകുപ്പിന് ലഭിച്ചിരുന്നില്ല. ചിന്നക്കനാലിൽ നിന്ന് പെരിയാറിലേക്ക് മാറ്റിയ അരിക്കൊമ്പന്റെ കഴുത്തിൽ ഘടിപ്പിച്ച റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നഷ്ടമായിരുന്നു. കേരള തമിഴ്നാട് വനമേഖലയിലെ വണ്ണാത്തിപ്പാറയിലായിരുന്നു സിഗ്നൽ നഷ്ടപ്പെടുന്ന സമയത്ത് അരിക്കൊമ്പൻ ഉണ്ടായിരുന്നത്. സിഗ്നൽ നഷ്ടപ്പെട്ടതോടെ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങിയോ എന്ന സംശയവും ബലപ്പെട്ടു. തുടർന്ന് 2 ടീമുകളായി തിരിഞ്ഞ് വനം വകുപ്പ് തെരച്ചിലും ആരംഭിച്ചു. എന്നാൽ ആശങ്കയ്ക്ക് വിരാമമിട്ട് രാവിലെ മുതൽ സിഗ്നൽ വീണ്ടും ലഭിച്ചു തുടങ്ങി. നിലവിൽ തമിഴ്നാട് അതിർത്തിക്കടുത്ത് മുല്ലക്കുടിയിലാണ് അരിക്കൊമ്പനുള്ളത്. 3 ദിവസം കൊണ്ട് 20 കിലോമീറ്ററിലധികം ആന സഞ്ചരിച്ചുവെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിവരം. നിലവിൽ ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനം വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ ഇടുക്കിയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇതാകാം സിഗ്നൽ നഷ്ടമാകാൻ കാരണമെന്നാണ് കരുതുന്നത്. ഉൾക്കാട്ടിലേക്ക് കയറിയാലും സിഗ്നൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അരിക്കൊമ്പനെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് വനം വകുപ്പ്. ന്യൂസ് 18 ഇടുക്കി. ദിവസങ്ങൾ നീണ്ട അരിക്കൊമ്പൻ ദൌത്യം പൂർത്തിയാക്കി കുങ്കിയാനകളായ കുഞ്ചുവും കോന്നി സുരേന്ദ്രനും മുത്തങ്ങ ആന ക്യാമ്പിൽ തിരിച്ചെത്തി. കൂടെ പോയ RRT സംഘവും തിരിച്ചെത്തി. നാളെ സൂര്യയെയും വിക്രമനെയും കൊണ്ടുവരും. ഇതിനായി കുഞ്ചുവിനെയും സുരേന്ദ്രനെയും മുത്തങ്ങയിലെത്തിച്ച ശേഷം അനിമൽ ആംബുലൻസ് ചിന്നക്കനാലിലേക്ക് പോയി. അരിക്കൊമ്പൻ കാട് മാറിയെങ്കിലും ചിന്നക്കനാലിലെ ആശങ്കകൾ അവസാനിച്ചിട്ടില്ല. ചക്കക്കൊമ്പനും ഒട്ടവാലിനുമൊക്കെ ഇവിടെയുണ്ട്. മേഖലയിലെ കാട്ടാന പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന വനം മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. വനം വകുപ്പ് വോച്ചർ ശക്തിവേൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജനകീയ പ്രതിഷേധം ഉയർന്നതോടെ വനം മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിൽ യോഗം ചേർന്നിരുന്നു. അരിക്കൊമ്പനെ പിടിച്ചുമാറ്റുമെന്നും ചക്കക്കൊമ്പനെയും മൊട്ടവാലിനെയും റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നുമായിരുന്നു യോഗത്തിൽ പറഞ്ഞത്. കാട്ടാന ശല്യം രൂക്ഷമായ മേഖലയിൽ 23 മീറ്റർ ദൈർഘ്യത്തിൽ ഹാങ്ങിംഗ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അരിക്കൊമ്പൻ ഏറ്റവുമധികം ആക്രമണം നടത്തിയ പന്നിയാറിലെ റേഷൻ കട സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുകയും ചെയ്തു. അരിക്കൊമ്പനെ കാടുമാറ്റിയെങ്കിലും മേഖലയിലെ കാട്ടാന ശല്യത്തിന് പൂർണ്ണ പരിഹാരം ഉണ്ടായിട്ടില്ല. പ്രദേശത്തെ സാഹചര്യങ്ങൾ പഠിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന വനം മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആ സമിതിയിൽ കൃത്യമായും ജനപ്രതിനിധികളും ഈ തദ്ദേശവാസികളായിട്ടുള്ള ആളുകളെയും കൃഷി വകുപ്പിന്റെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള സമിതി ആയിരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കൃത്യമായും നമുക്ക് ഇത്തരമൊരു സമിതിയാണെങ്കിൽ, അതായത് ജനപ്രതിനിധികളെയും തദ്ദേശവാസികളെയും കാർഷിക മേഖലയിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിയുള്ള സമിതിയാണെങ്കിൽ കൃത്യമായ തീരുമാനം ഉണ്ടാക്കുവാനും ഈ കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കർഷകരെയും ജനപ്രതിനിധികളെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയ വിദഗ്ധ സമിതി പ്രശ്നങ്ങൾ പഠിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആനയിറങ്കൽ ജലാശയ തീരം മുതലുള്ള റവന്യൂ ഭൂമിയിൽ പുൽമേട് സ്ഥാപിച്ച് തീറ്റയൊരുക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ചിന്നക്കനാൽ. കോഴിക്കോട് ചിറ്റാരിയിൽ കാട്ടാന ആക്രമണം പതിവാകുന്നു. വ്യാപക കൃഷിനാശമാണ് മേഖലയിൽ വരുത്തിയത്. കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിന് സമീപം ആനയിറങ്ങി നാശം വരുത്തിയിരുന്നു.
കണ്ണൂർ കണ്ണവം വനമേഖലയിൽ നിന്നാണ് ആനക്കൂട്ടം കോഴിക്കോട്ടെ കൃഷിഭൂമിയിലിറങ്ങി നാശം വിതച്ചത്. 10ഓളം കർഷകരുടെ പറമ്പുകളിലെ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ ആനക്കൂട്ടം നശിപ്പിച്ചു. 30 വർഷം വരെ പ്രായമായ തെങ്ങുകൾ പിഴുതെടുത്തു. ജില്ലാ അതിർത്തിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ഫെൻസിംഗ് ലൈനുകൾ തകരാറിലായിട്ട് മാസങ്ങളായി. വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വളയം പഞ്ചായത്തിലെ കണ്ടിവാതുക്കലിലും കഴിഞ്ഞ ദിവസം കാട്ടാനകളിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. രാത്രിയിലൊന്നും വെളിയിലിറങ്ങാൻ, മുറ്റത്തൊന്നും ഇറങ്ങാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം യാന ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുന്നതുകൊണ്ട് ഏത് സമയത്ത് എവിടെയാണ് വന്ന് ഇറങ്ങുന്നതെന്ന് അറിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന 2 വീട്ടുകാരും ഒഴിഞ്ഞു പോയി, ആനയെ പേടിച്ചിട്ട് തന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ താഴെ ഒരു വെള്ളക്കുണ്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. ഈ ഇവിടുന്ന് ഒരു 10 അടി നടന്നാൽ ആ വെള്ളക്കുണ്ടുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആന അങ്ങോട്ട് തീർച്ചയായിട്ടും അവിടെയാണ് കുടിയിറക്കലുണ്ടാവുക. പിന്നെ അവിടെ നിന്ന് വിട്ടു പോകില്ല, നമുക്കൊന്നും മുറ്റത്തിറങ്ങാൻ പറ്റൂല. അത്ര അവസ്ഥയിലാണുള്ളത്. പടക്കം പൊട്ടിച്ചും തീ കത്തിച്ചും ആനകളെ കൃഷിയിടത്തിൽ നിന്ന് നാട്ടുകാർ തുരത്തി ഓടിച്ചെങ്കിലും ആനക്കൂട്ടം വനമേഖലയിൽ തമ്പടിച്ചതായും രാത്രികാലങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുമെന്ന ഭീതിയിലാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് 18 വടകര. ഇടുക്കി നെടുങ്കണ്ടത്ത് പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അച്ഛനും അമ്മാവനുമെതിരെ കേസെടുത്തു. 5ഉം 7ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് മർദ്ദനമേറ്റത്. ആഴ്ചകളായി കുട്ടികൾക്ക് നേരെ ഉപദ്രവം തുടരുകയായിരുന്നു. നെടുങ്കണ്ടം മുണ്ടിയെരുമ സ്വദേശികളായ കുട്ടികൾക്കാണ് ആഴ്ചകളായി മർദ്ദനമേറ്റിരുന്നത്. 5 വയസ്സുകാരിയുടെ ദേഹത്ത് 10 മുറിവുകളും ചതവുകളും, 7 വയസ്സുകാരിയുടെ ശരീരത്തിൽ 14 മുറിവുകളും ചതവുകളും ഏറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി കുട്ടികളുടെ കരച്ചിലും മുതിർന്നവരുടെ അട്ടഹാസവും കേട്ട പ്രദേശവാസികൾ ആശാവർക്കറെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ആശാവർക്കറും ആരോഗ്യ പ്രവർത്തകരുമെത്തി നടത്തിയ പരിശോധനയിലാണ് മർദ്ദന വിവരം വ്യക്തമായത്. 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു 5 വയസ്സും 6 വയസ്സിനും ഇടയ്ക്കുള്ള 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഇവരുടെ ശരീരം പ്രത്യേകിച്ചും പിൻഭാഗത്ത്, മുതുകിൻ്റെ പിൻഭാഗത്ത്, ചന്തിയിലെ, കാലില്, തുടയിൽ എല്ലാ ഭാഗത്തും ട്രാംപ്ലൈൻ കണ്ടീഷൻസ് എന്ന് പറയും. അതായത് വയറോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓസാവാം അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് അടിച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ അത് തന്നെ പല ഏജിലാണ് ഇഞ്ചുറി വന്നിരിക്കുന്നത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രശാന്ത് വിവരമറിയിച്ചതിനെ തുടർന്ന് നെടുങ്കണ്ടം SI TS ജയകൃഷ്ണനും സംഘവും സ്ഥലത്തെത്തി. ഏതാനും നാളുകളായി കുട്ടികൾ അമ്മാവനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. പോലീസ് രക്ഷിതാക്കളെയും ബന്ധുക്കളെയും കസ്റ്റഡിയിലെടുത്തു. കുട്ടികളുടെ അച്ഛനെ 1-ാം പ്രതിയും അമ്മാവനെ 2-ാം പ്രതിയുമായാണ് കേസെടുത്തത്. ന്യൂസ് 18 നെടുങ്കണ്ടം. TP ചന്ദ്രശേഖരൻ അനുസ്മരണം നടന്നു. TPക്ക് നേരെ ആക്രമണം നടന്ന വടകര വള്ളിക്കാട്ട് വെച്ചാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. കൊലപാതകത്തിന്റെ 11-ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ്. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് TPയുടെ വീട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ദീപശിഖാ പ്രയാണം നടന്നു. RMB സംസ്ഥാന സമിതി അംഗം TK വിമല, ജില്ലാ കമ്മിറ്റി അംഗം PP സദാശിവന് ദീപശിഖ കൈമാറി. കോതമംഗലം ചെറുവട്ടൂർ ഗവൺമെന്റ് സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ സമ്മർ ക്യാമ്പിന് തുടക്കം. എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ PT ബിജോയ് പതാക ഉയർത്തി. PTA പ്രസിഡന്റ് അബു വട്ടപ്പാറ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് നീർച്ചാലിൽ കേരളത്തിലേക്ക് കടത്തിയ കർണാടക നിർമ്മിത വിദേശ മദ്യം പിടികൂടി. കാറിലായിരുന്നു 388 ലിറ്റർ മദ്യം കടത്തിയത്. എക്സൈസ് സംഘത്തെ കണ്ട് കാറിലുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. കാസർഗോഡ് മുടത്തൊടി സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മദ്യം കടത്തിയത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇയാളുടെ മൊബൈൽ ഫോണും തിരിച്ചറിയൽ രേഖകളും കാറിൽ നിന്നും കണ്ടെത്തി. വയനാട്ടിൽ കടബാധ്യത മൂലം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കർഷകൻ മരിച്ചു. തരിയോട് ചെന്നലോട് പുത്തൻപുരയിൽ ദേവസ്യ എന്ന സൈജനാണ് മരിച്ചത്. 18 ലക്ഷത്തോളം രൂപ കടബാധ്യതയുള്ളതായാണ് പ്രാഥമിക വിവരം. കർഷകനായ സൈജൻ തിങ്കളാഴ്ചയാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മാനന്തവാടിയിലെ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. മികച്ച കർഷകനായിരുന്ന സൈജൻ പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു. വിളകളുടെ വിലത്തകർച്ചയും കാലാവസ്ഥാ വ്യതിയാനവും കടബാധ്യത വർദ്ധിപ്പിക്കാൻ കാരണമായി. തരിയോട് കോപ്പറേറ്റീവ് ബാങ്കിൽ വായ്പാ ചിട്ടി ഇനങ്ങളിൽ 9 ലക്ഷം രൂപയും തരിയോട് ഗ്രാമീണ ബാങ്കിൽ 5 ലക്ഷം രൂപയുടെയും വായ്പയുണ്ട്. കുടുംബശ്രീ, സ്വർണ്ണപ്പണയം ഉൾപ്പെടെ 18 ലക്ഷത്തിലധികം കടബാധ്യതയുള്ളതായാണ് പ്രാഥമിക വിവരം. 2 പെൺമക്കളുടെ ഉന്നത പഠനത്തിനുള്ള വിദ്യാഭ്യാസ വായ്പയും ഇതിനു പുറമെയുണ്ട്. കഴിഞ്ഞ ദിവസം വേനൽ മഴയിലും കാറ്റിലും ഇയാളുടെ 100 കണക്കിന് നേന്ത്രവാഴകളും നശിച്ചിരുന്നു. 2-3 സ്ഥലത്ത് പാട്ടത്തിന് വയലെടുത്ത് കൃഷി ചെയ്യുന്നു. അതുപോലെ ഷെയറായി കൃഷി ചെയ്യുന്നു. അതുമായിട്ട് കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് കൃഷിക്ക് വിലയില്ലായ്മയും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയി. ഈ വർഷം വേനൽമഴയിൽ കുറച്ച് വാഴകൾ വീണ് പോയിട്ടുണ്ട്. പിന്നെ മക്കൾ 2 പേരും പഠിക്കുന്നുണ്ട്, നേഴ്സിംഗ്. അപ്പം അതിൻ്റെ ഒരു ബാധ്യത വേറെ ഉണ്ട്. അപ്പോൾ
ഈ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തത് ഒരു വലിയ വിഷയമാണ്. ഇങ്ങനെയുള്ള കടബാധ്യത വീട്ടാൻ തിരിച്ചടവിലേക്ക് കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. അങ്ങനെ പുള്ളി ചായ എടുത്ത് പുള്ളിൻ്റെ പണിയായിട്ട് കൊടുത്ത് നല്ല ചെന്ന ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചതാണ്. പിന്നെ കിട്ടിയ വണ്ടിക്ക് എടുത്തിട്ട് കൊണ്ടെങ്കിലും രക്ഷിക്കാൻ പറ്റില്ല. മികച്ച പൊതുപ്രവർത്തകനായിരുന്ന സൈജൻ CPI നേതാവായിരുന്നു. കഴിഞ്ഞ ദിവസം വാഴകൃഷി നശിച്ചതോടെ വലിയ മനോവിഷമത്തിലായിരുന്നു സൈജനെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ന്യൂസ് 18 വയനാട്. ഇനി എത്ര ഇരകൾ? സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ. സ്കൂൾ അധികൃതരെയും മാതാപിതാക്കളെയും പോലെ ജൂൺ മാസമാകാൻ കാത്തിരിക്കുന്ന മറ്റൊരു സംഘമുണ്ട് നമ്മുടെ നാട്ടിൽ. കുട്ടികൾക്ക് മധുരമുള്ള ലഹരി ഒരുക്കുകയാണവർ. കഞ്ചാവ് മിഠായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇപ്പോഴേ എത്തിച്ചു തുടങ്ങി. സ്കൂൾ കുട്ടികളെ മാത്രം ലക്ഷ്യമിട്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് മിഠായി എത്തിക്കുന്നത്. തിരുവനന്തപുരത്തെ 14-കാരിയുടെ ദുരൂഹമരണത്തിന്റെയും പെൺകുട്ടികളെ ഉപയോഗിച്ചുള്ള ലഹരി വിൽപ്പനയുടെയും പശ്ചാത്തലത്തിൽ ന്യൂസ് 18 നടത്തിയ അന്വേഷണം ലഹരി മാഫിയയുടെ പുതിയ കേന്ദ്രങ്ങളിലേക്കാണ് വഴി തുറന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നമ്മുടെ നാട്ടിലെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഒരല്പം ആശങ്ക ഉളവാക്കുന്ന വാർത്തകളാണ് സമീപകാലത്ത് പുറത്തുവരുന്നത്. തലസ്ഥാനത്തെ 14-കാരിയുടെ ദുരൂഹ മരണക്കേസ്. അമിതമായ ലഹരി ഉപയോഗമാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എങ്ങനെയാണ് ലഹരി മാഫിയ നമ്മുടെ കുരുന്നുകളെ വലയിലാക്കുന്നത്? ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൊച്ചിയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് 3 കിലോയോളം കഞ്ചാവ് മിഠായിയുമായി ഇതര സംസ്ഥാനക്കാർ പിടിയിലായിരുന്നു. അതിനു പിന്നാലെ സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെയും എക്സൈസിന്റെയും വ്യാപകമായ പരിശോധനയും നടന്നു. പക്ഷേ സംസ്ഥാനത്തെ സ്കൂളുകളുടെ സമീപത്തുള്ള മുറുക്കാൻ കടകളിൽ രഹസ്യമായി ഇപ്പോഴും ഇത് വിൽക്കുന്നുണ്ട്. സ്കൂളുകളിലെ കഞ്ചാവിന്റെ ഇടപാടുകാരായ വിദ്യാർത്ഥികൾ വഴി മറ്റു കുട്ടികൾക്കും കഞ്ചാവ് മിഠായി എത്തിക്കും. കുട്ടികളെ കുരുക്കിലാക്കാൻ ലഹരി മാഫിയ പ്രയോഗിക്കുന്ന ചില പൊടിക്കൈകളുണ്ട്. വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും ആദ്യം നൽകുന്നത് ലഹരി അടങ്ങിയ കഞ്ചാവ് മിഠായികളാണ്. ഇതുപോലുള്ള കഞ്ചാവിൻ്റെ അംശം കൂടുതലടങ്ങിയ മിഠായി. വിജയ് ഭട്ടി എന്നാണ് ഈ കഞ്ചാവ് മിഠായിയുടെ കവറിൽ എഴുതിയിരിക്കുന്നത്. ഇതിൽ 14% കഞ്ചാവാണ്. മിഠായിയുടെ രൂപത്തിലിരിക്കും. ചെറുപുളിയും മധുരവുമാണ് രുചി. ഇതുപയോഗിച്ചാൽ പരീക്ഷാ സമയത്ത് രാത്രിയിൽ എത്ര സമയം വേണമെങ്കിലും ഉറങ്ങാതെ പഠിക്കാൻ കഴിയും. ക്ഷീണമുണ്ടാകില്ല. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും. കുട്ടികളെ ആകർഷിക്കാനായി ലഹരി മാഫിയകൾ പറയുന്ന കാര്യങ്ങളാണിത്. വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയുർവേദ മരുന്ന് എന്ന വ്യാജേനയാണ് കഞ്ചാവ് മിഠായി കേരളത്തിലെത്തുന്നത്. കൊച്ചിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ നടത്തിയ പരിശോധനയിലാണ് ഈ ലഹരി മിഠായി ലഭിച്ചത്. മാതാപിതാക്കളെ ആശങ്കപ്പെടുത്താനല്ല ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ജാഗ്രതയോടെ ഇരിക്കാനാണ്. നിങ്ങളുടെ കുട്ടികളുടെ കൈവശമോ സമീപത്തോ ഇതുപോലുള്ള മിഠായിയോ മിഠായി കടലാസുകളോ കണ്ടെത്തിയാൽ പോലീസിനെയോ എക്സൈസിനെയോ അറിയിക്കുക. ഇത് വരും തലമുറയുടെ ഭാവിക്കായി, നിങ്ങളുടെ കുട്ടികളുടെ ശോഭനമായ ഭാവിക്കായി ഒറ്റക്കെട്ടായി നമുക്ക് പോരാടാം. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി. ഇനി കാർഷിക കേരളം. ഹൈറേഞ്ചിൽ ഇനി ആപ്പിൾ കാലമാണ്. നാണ്യവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളും തന്നാണ്ട് വിളകളും മാത്രമല്ല, ഹൈറേഞ്ചിൽ ആപ്പിളും സമൃദ്ധമായി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വലിയ തോവള സ്വദേശി ബിജുമോൻ ആന്റണി. മിറക്കിൾ ബിജു എന്നറിയപ്പെടുന്ന ബിജുമോൻ ആപ്പിൾ കൃഷിയിലൂടെ വിജയം നേടിയിരിക്കുകയാണ്. വിലയിടിവും കീടബാധയും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം കാർഷിക മേഖലയെ തകർത്തതോടെ പുതിയൊരു പരീക്ഷണമായാണ് കട്ടപ്പന വലിയ തോവാള സ്വദേശി ബിജുമോൻ ആന്റണി ആപ്പിൾ കൃഷി ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 400ഓളം തൈകളാണ് ബിജു നട്ടുപരിപാലിച്ചത്. ചൂട് കൂടിയ ഇടങ്ങളിൽ ആപ്പിൾ സമൃദ്ധമായി വളരുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ മികച്ച ഇനത്തിലുള്ള തൈകൾ നട്ട് കൃത്യമായ പരിചരണവും നൽകിയതോടെ 100 മേനി വിളവാണ് യുവ കർഷകനായ ബിജുവിന് ലഭിച്ചത്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ആപ്പിളുകൾ കായ്ച്ചു കിടക്കുന്നത് ഏകദേശം 26 മാസത്തോളമായ ചെടിയാണ് മണ്ണിൽ വെച്ചിരിക്കുന്നത്.
അല്ല ഡ്രമ്മിൽ ഏതാണ്ട് 15 മാസമായ ചെടികൾ, ഒരു ചെടിയിൽ 25 കായോളം കായ്ച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ചെടികൾ ഞാനിവിടുന്ന് വിറ്റു എന്ന് പറഞ്ഞാൽ വലിയ ആപ്പിളുകൾ കായ്ച്ച ചെടികൾ തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇട്ടുണ്ട്. അത് നമുക്ക് നല്ല റേറ്റിനാണ് വിൽക്കുന്നത് കായ്ച്ചത്. മഴനിഴൽ പ്രദേശമായ മറയൂർ, കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിലാണ് ഇടുക്കിയിൽ ആപ്പിൾ കൃഷിയുള്ളത്. കഠിനാധ്വാനമുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ മറ്റ് ജില്ലകളിലും ആപ്പിൾ കൃഷി വിജയകരമായി നടത്താനാകുമെന്നാണ് ബിജു പറയുന്നത്. ന്യൂസ് 18 കട്ടപ്പന. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സുവോളജിക്കൽ പാർക്കിലെ പെൺകടുവ വൈകിയെ തുറന്ന കൂട്ടിലേക്ക് മാറ്റി. നിരീക്ഷണ കേന്ദ്രത്തിലെ നിലവിലെ കൂടിനോട് ചേർന്നുള്ള തുറന്ന കൂടിലേക്കാണ് വൈകിയെ മാറ്റിയത്. തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ പെൺകടുവയായ വൈഗയെ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് തുറന്ന കൂട്ടിലേക്ക് വിടുന്നത്. പാർക്കിലെ ജീവനക്കാരുമായി ഇണങ്ങി തുടങ്ങിയ വൈഗ പേര് വിളിച്ചാൽ പ്രതികരിക്കുന്നുണ്ട്. തുറന്ന കൂട്ടിലെത്തിയ ആഹ്ലാദത്തിലാണ് വൈഗ. വൈകുന്നേരം 6-നാണ് തീറ്റയെടുക്കുക. രാത്രി 10-ഓടെ ഉറക്കവും പുലർച്ചെ 3-ഓടെ ഉണരുന്നതുമാണ് ശീലം. 2 മാസത്തിനു ശേഷം പാർക്കിൽ കടുവകൾക്കായി നിശ്ചയിച്ചിട്ടുള്ള ആവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് അധികൃതരുടെ നീക്കം. ഇതിനു മുന്നോടിയായി നെയ്യാറിൽ വൈഗയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ദുർഗയെ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കും. ഏപ്രിൽ 22-നാണ് വൈഗയെ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്. കിടക്കാനായി ചടച്ചിമരം കൊണ്ടുള്ള കട്ടിൽ, ഐസ് നിറച്ചിട്ടിരിക്കുന്ന ജലാശയം, എയർ കൂളർ, ആഴ്ചയിൽ 6 ദിവസം 7 കിലോ പോത്തിറച്ചി എന്നിവയാണ് നൽകുന്നത്. ന്യൂസ് 18 തൃശൂർ. കോതമംഗലം കുട്ടമ്പുഴ പ്ലാവനക്കടവിൽ പാലം വേണമെന്നാവശ്യപ്പെട്ട മുതുവാൻ സമുദായക്കാരുടെ വേറിട്ട സമരം. കുട്ടമ്പുഴയിലെ ആദിവാസി കോളനികളിലുള്ളവർ പ്ലാവനക്കടവിൽ വെള്ളത്തിലിറങ്ങിയാണ് പ്രതിഷേധിച്ചത്. കാടിന് പുറത്തെത്താനുള്ള ഏക വഴിയായ പ്ലാവനക്കടവിലൂടെ മഴക്കാലമായാൽ യാത്ര മുടങ്ങും. ഇതിനു പരിഹാരമായാണ് പാലമെന്ന ആവശ്യം. കുട്ടമ്പുഴ പഞ്ചായത്തിലെ തേര, തലവച്ചപ്പാറ, കുഞ്ചിപ്പാറ, വാര്യം ആദിവാസി കോളനികളിലുള്ളവരാണ് വേറിട്ട സമരം നടത്തിയത്. മഴക്കാലം വരുന്നതോടെ ഇവർ വീണ്ടും ആശങ്കയിലാണ്. മഴ പെയ്താൽ പുഴയിൽ ഒഴുക്ക് ശക്തമാകും. കടവിലെ ജങ്കാർ സർവീസ് നിലയ്ക്കും. ദിവസങ്ങളോളമാണ് ഓരോ മഴക്കാലത്തും കോളനികളിലുള്ളവർ പുറം ലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കാറുള്ളത്. അസുഖമുണ്ടായാൽ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കഴിയില്ല. റേഷൻ വിതരണം പോലും തടസ്സപ്പെടും. ഇതിന് പരിഹാരമായാണ് കടവിൽ പാലം വേണമെന്ന ആവശ്യം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉയർന്നത്. 35 കിലോമീറ്റർ വേണം നമുക്ക് വാര്യംകുടിയിലെത്തണമെങ്കിൽ. ആ കുടിയിൽ നിന്ന് ഒരു മെഡിക്കൽ വന്ന് നമ്മൾ കോതമംഗലം എത്തിക്കഴിയുമ്പോഴത്തേനും ആൾ മരിക്കുന്ന അപകടാവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോഴും ഉള്ളത്. നിരവധി ആളുകൾ ഇതിൽ മുമ്പും മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പിള്ളേരും കഷ്ടപ്പാട് പട്ട് തന്നെയാണ് ഞങ്ങളും പഠിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് കടത്തല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ തിരിഞ്ഞ് വീട്ടിൽ പോയിട്ട് വെള്ളം വരുമ്പോഴൊക്കെയാണ് വന്നത്. പാലം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആദിവാസി ഊരുകളിലെ മദ്യവിൽപ്പന തടയാൻ നടപടി വേണമെന്നും കുഞ്ചിപ്പാറ ആദിവാസി കോളനിയിലെ സോണിയ പറഞ്ഞു. ഞങ്ങളുടെ ഊരുകളിലെ മദ്യവിൽപ്പന ഏറ്റവും കൂടുതലാണ്. അതും കൂടെ എങ്ങനെയെങ്കിലും ഒതുക്കി തരണം. കാരണം എന്തെന്നാ, ഓരോ വീടുകളിലും മദ്യപാനം കൊണ്ട് സ്ത്രീകൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും പാലത്തിന്റെ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തുടർന്നാണ് വെള്ളത്തിലിറങ്ങി പ്രതിഷേധിക്കാൻ മുതുവാൻ സമുദായ സംഘടന തീരുമാനിച്ചത്. സമരം കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ചിപ്പാറ കോളനിയിലെ കാണിക്കാരൻ അല്ലി കൊച്ചലങ്കാരൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 കുട്ടമ്പുഴ. കാസർഗോഡ് ചീമേനി കാക്കടവ് പുഴ വറ്റിവരണ്ടു. ഇതോടെ ജലസേചന പദ്ധതികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ കുടിവെള്ളം മുട്ടി. തടയണ നിർമ്മാണം പൂർത്തീകരിച്ച ആദ്യ വർഷം തന്നെ പുഴ വറ്റിവരണ്ടതോടെ ജനങ്ങളുടെ പ്രതീക്ഷയും അസ്ഥാനത്തായി. തേജസ്വിനി പുഴയ്ക്ക് കുറുകെ കാക്കടവിൽ വേനൽക്കാലത്തുണ്ടാകുന്ന കുടിവെള്ളക്ഷാമത്തെ അതിജീവിക്കാനും പ്രദേശത്തെ ജലലഭ്യത വർദ്ധിപ്പിക്കാനുമായാണ് തടയണ നിർമ്മിച്ചത്. ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9.5 കോടി ചെലവിലായിരുന്നു നിർമ്മാണം. 90 മീറ്റർ നീളത്തിലും 4.5 മീറ്റർ ഉയരത്തിലും നിർമ്മിച്ച തടയണയിലൂടെ ഏകദേശം 2 കിലോമീറ്ററോളം ദൂരത്തിൽ പുഴയിൽ വെള്ളം സംഭരിച്ചു വെക്കാനും സാധിക്കും. ഏഴിമല നാവിക അക്കാദമിക്കും കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിനും പ്രതീക്ഷയായിരുന്നു തടയണയുടെ നിർമ്മാണം. പെരിങ്ങോം CRPF ക്യാമ്പ്, രാമന്തളി പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതും കാക്കടവ് പുഴയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ്. അതേസമയം ജലവിതരണം ആരംഭിച്ചത് മുതൽ വേനൽക്കാലത്ത് പുഴ വറ്റുകയും ജലസേചനം നിലയ്ക്കുകയും പതിവായി. ഇതോടെ ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് കാക്കടവ് പുഴയിൽ മറ്റൊരു സ്ഥിരം തടയണ കൂടി നിർമ്മിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ച് ആദ്യ വേനലിൽ തന്നെ പുഴ വറ്റി വരണ്ടു.
ഇതോടെ തടയണ വെറുതെയായി. കുടിവെള്ള പദ്ധതികളിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെടുന്നതിനോടൊപ്പം പുഴയിലെ വെള്ളം മാത്രം ആശ്രയിച്ചു കഴിയുന്ന കർഷകരും പ്രതിസന്ധിയിലായി. ന്യൂസ് 18 ചീമേനി. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ OP ടിക്കറ്റിന്റെയും IP അഡ്മിറ്റ് കാർഡിന്റെയും നിരക്ക് ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം കനക്കുന്നു. HMCക്ക് വരുമാനം കൂട്ടുന്നതിനായി രോഗികളെ പിഴിയുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. OP ടിക്കറ്റിന് 5 രൂപയായിരുന്നത് 10 രൂപയായും IP കാർഡിന് 15 രൂപയായിരുന്നത് 30 രൂപയാക്കിയുമാണ് ഉയർത്തിയത്. കഴിഞ്ഞയാഴ്ച ചേർന്ന HMC യോഗത്തിലാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ദിവസവും 1500ഓളം പേർ OPയിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. കൂടുതലും സാധാരണക്കാരാണ്. HMC നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനും മറ്റ് വികസനങ്ങൾക്കും ഫണ്ട് വേണമെന്ന ന്യായമുയർത്തിയായിരുന്നു വർധന. ഫണ്ടിൽ ഭൂരിഭാഗവും താൽക്കാലിക ജീവനക്കാർക്കുള്ള ശമ്പളത്തിനായാണ് ചെലവാക്കുന്നത്. അതേസമയം രാഷ്ട്രീയ താൽപര്യങ്ങളാൽ അനധികൃതവും അനാവശ്യവുമായ നിയമനങ്ങൾ വ്യാപകമാണെന്ന് ആക്ഷേപമുണ്ട്. ആവശ്യമില്ലാത്ത ജീവനക്കാരെ കുറച്ചാൽ HMCയുടെ ബാധ്യത വൻതോതിൽ കുറയ്ക്കാനാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സാധ്യതകൾ പരിശോധിക്കാതെയാണ് നിരക്ക് വർധനയിലേക്ക് കടന്നത്. ഇതോടെ AIYF അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസും സൂപ്രണ്ടിനെ ഉപരോധിച്ചിരുന്നു. സാധാരണക്കാർക്ക് 10 രൂപ OP ടിക്കറ്റ് എടുത്തുകൊണ്ട് മാത്രമേ ഇവിടെ ഡോക്ടർമാരെ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഓച്ചിറ മുതൽ കരിയിലക്കുളങ്ങര വരെയുള്ള ആക്സിഡന്റ് കേസുകൾ അടക്കമുള്ള ഏറ്റവും കൂടുതൽ സാധാരണക്കാർ എത്തപ്പെടുന്ന ഒരു ആശുപത്രിയിൽ ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സമീപനവുമായിട്ടാണ് ഇവിടെ HMCയും ഇവിടുത്തെ ബാക്കി ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പോയിട്ടുള്ളത്. മണ്ഡലം കമ്മിറ്റിയുടെ ഒരു പ്രതിഷേധമായിരുന്നു എങ്കിൽ വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് സൂചിപ്പിച്ചുകൊള്ളുന്നു. കോൺഗ്രസും നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരും പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. നിരക്ക് കുറച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 കായംകുളം. കോഴിക്കോട് മുക്കം നഗരസഭയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളുകളിലൊന്നായ താഴേക്കോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ പൈതൃക പ്രഖ്യാപനവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരലും നടന്നു. സ്കൂൾ വികസനം നടപ്പാക്കാൻ വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. 115ഓളം വർഷം പഴക്കമുള്ള മുക്കം താഴേക്കോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ പൈതൃക വിദ്യാലയ പ്രഖ്യാപനമാണ് നടന്നത്. മുക്കത്തും പരിസരത്തുമുള്ള സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പഠിച്ച സ്കൂളാണ് താഴേക്കോട് ഗവൺമെന്റ് LP സ്കൂൾ. നിലവിൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 38 മാത്രമാണ്. സ്കൂളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ്, MLA, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹായത്തോടെ സ്കൂളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനമായി. മുക്കത്തെ സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ നേതാക്കന്മാർ, പൗരപ്രമുഖർ എല്ലാവരും പഠിച്ച ഒരു വിദ്യാലയം എന്ന നിലയിൽ ആ വിദ്യാലയത്തെ കൈപിടിച്ചുയർത്തേണ്ടത് ഈ മുക്കം നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്വവും കടമയുമാണ്. അതിൻ്റെ ഭാഗമായി സ്കൂളിൻ്റെ പുനരുദ്ധാരണം, അതിന് ജീവൻ വെപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയിലൂടെ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. സ്കൂളിന്റെ പുനരുദ്ധാരണത്തിനുള്ള പ്രവർത്തനങ്ങളുടെ ധനസമാഹരണത്തിനും ചടങ്ങിൽ തുടക്കമായി. പൊയിലിൽ രാമൻകുട്ടിയിൽ നിന്ന് MLA ആദ്യ തുക ഏറ്റുവാങ്ങി. ചടങ്ങിൽ മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 മുക്കം. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5635 രൂപ, പവന് 45,080 രൂപ. വെള്ളി ഗ്രാമിന് 82 രൂപ, കിലോയ്ക്ക് 82,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3724 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.